വന്നു. ആ ദൈവദൂതൻ നമ്മൾ പറയില്ല, നമ്മൾ ഇന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എന്താ? കഷ്ടപ്പാടുകളെല്ലാം തീർത്ത് ദൈവമേ അനുഗ്രഹിക്കണേ എന്നാണ്. ദൈവം എവിടെയെങ്കിലും പെട്ടിയിൽ കാശും കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്ക് 50,000 രൂപ ലോൺ അടച്ചോ എന്ന് പറയട്ടെ? ഇല്ല, അയാൾ അവസരങ്ങൾ കൊണ്ടുവരും. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവദൂതൻ വന്നു. അത് മറ്റാരുമല്ല, എൻ്റെ സുഹൃത്തും എൻ്റെ ബ്രദറുമായിട്ടുള്ള സുജിത് ഖാൻ സാറാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഈ സമയത്ത് നന്ദി പറയാം. അദ്ദേഹം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു വൈറ്റ് പേപ്പറിൽ എന്നെ കാണിച്ചു. ഒരു വെള്ള പേപ്പറിൽ വട്ടം വരച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടം വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുത്താൻ കാശില്ല. ഉള്ള കാശിൽ തന്നെ കടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നെ മറ്റ് ബിസിനസ്സുകൾ തുടങ്ങുന്ന പോലെ വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മൾ മാക്സിമം ചെയ്യുന്ന ഒരു 12 പ്രോട്ട് വാങ്ങുക എന്നുള്ള ആ പ്രൊഡക്റ്റിനുള്ള കാശാണ് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ഒന്നുകിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിറ്റ് നമ്മുടെ കാശ് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നഷ്ടമില്ലാത്ത ബിസിനസ്. ഞാനോ എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അവർക്കും ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ്, അല്ലേ? വലിയ വീട്ടിൽ വലിയ വലിയ ആൾക്കാരുണ്ടെങ്കിലൊക്കെ പറയും, ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അറിവും നല്ല കഴിവും നല്ല നോളേജും നല്ല കോണ്ടാക്റ്റും നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്ത് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജോലിക്കാരാവാനുള്ള ആൾക്കാരാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ബിസിനസ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, അറിവും കഴിവും കോണ്ടാക്റ്റും ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ നിങ്ങളെ വിശ്വസിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളെ വിശ്വസിക്കുന്ന 2 പേർ ഈ ലോകത്തിലുണ്ടോ? നിങ്ങളെ വിശ്വസിക്കുന്ന 2 പേർ ഈ ലോകത്തിലുണ്ടോ? നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങളെ വിശ്വസിക്കുന്ന 2 പേര് ഈ ലോകത്തിൽ ഉണ്ടാവില്ലേ? നമ്മളൊക്കെ പറയില്ല, നരകത്തേക്കാണെങ്കിൽ വിളിച്ചാൽ വരാൻ 10 പേരുണ്ടെന്ന്. അതിൽ 2 പേര് വന്നിട്ടുണ്ടെന്നാ അതിനുള്ള മറുപടി ഞാൻ പറയാം. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നാണ് ഈ ബിസിനസ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഞാൻ സുജിത് സാറിന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു, സുജി ഭായ്, ഞാൻ ഈ ബിസിനസ് നിങ്ങളുടെ കൂടെ ചെയ്യാൻ തയ്യാറാണ്. കാരണം നഷ്ടമില്ല. എന്നെ വിശ്വസിക്കുന്ന 2 പേരുണ്ട്. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് പുറത്തിറങ്ങി എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ഷെയർ ചെയ്തു. എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മാറാൻ എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ പറയാം, ഞാൻ പറഞ്ഞൊരു